ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ വിയന്നയിൽ ഒരു പ്രശ്നമായിട്ട് ചർച്ചയ്ക്കെടുക്കുകയാണ്. വിയന്നയിൽ ചർച്ചയ്ക്കെടുക്കാനുള്ള കാരണം പാകിസ്ഥാൻ അങ്ങോട്ട് പെറ്റീഷൻ മൂവ് ചെയ്തതുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യയുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത്, വിയന്ന എടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ഈ വിയന്നയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടോ ഇന്റർനാഷണലി ആഗോളതലത്തിൽ ഒരു സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടല്ല ഈ വാട്ടർ ട്രീറ്റി ഇന്ത്യ സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് അയൽപക്കത്തെ ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യ കൊടുത്ത ഒരു ഔദാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ഒരു വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ രീതിയിൽ തീവ്രവാദ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യവുമായിട്ട് ഒരു രീതിയിലുള്ള സന്ധി സംഭാഷണങ്ങൾക്കും തയ്യാറല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വിയന്ന പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ്റെ അടുത്ത്, അത് ഞങ്ങൾ ഇന്ത്യയുടെ അടുത്ത് സംസാരിച്ച് നോക്കി, അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഇതിന് തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ആ ഒരു ട്രീറ്റിയെ കീറി ഡസ്റ്റ്ബിന്നിൽ ഇട്ട് കഴിഞ്ഞു എന്നാണ് അവർ പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്ന മറുപടി. പാകിസ്ഥാൻ ആണെങ്കിൽ ഇപ്പം നിലവിൽ അവരുടെ ആയുധങ്ങളും പടക്കോപ്പുകളും എല്ലാം തന്നെ ഇന്ത്യയുടെ ബോർഡറിലേക്ക് നീക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിന്റെ ഉദ്ദേശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മുമ്പിട്ട വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അസീം മുനീറാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ കോടതിയുടെ ഫ്രണ്ടിൽ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ആ വാർത്ത വരുന്നത് എന്തിന്റെ ബേസിലാണെന്ന് പറഞ്ഞാൽ, ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്ന പേടി, ഇന്ത്യ ആക്രമണം തുടങ്ങുമോ എന്നുള്ള പേടിയിലാണ് പാകിസ്ഥാനിൽ അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പാകിസ്ഥാൻ ആർമി വിചാരിച്ചിരിക്കുന്ന വിഷയം. ഒരു സൈഡിൽ അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ നിന്ന് അടിവേടിച്ച് കൂട്ടുമ്പോഴും ഇനി മറ്റൊരു സൈഡിൽ ഇന്ത്യയുടെ അടുത്ത് നിന്നും കൂടി അടിവേടിച്ച് കൂട്ടാൻ വയ്യ എന്നുള്ള ഒരു നിലപാടാണ് അവരുടേത്. പക്ഷേ എന്നാലും അവർക്ക് ഫേക്കായിട്ട് അവർ ഭയങ്കര ധൈര്യശാലികളാണെന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഒരുവിധം ട്രെയിൻഡ് ആർമി തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ത്യയോട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു ആർമി അല്ല പാകിസ്ഥാൻ. കാരണം ഇന്ത്യയുടെ ഉള്ളിലേക്ക് ആ ഒരു ആർമി ബറ്റാലിയൻസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയും രണ്ട് തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പം ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. അടുത്ത പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ്, ഇതും കൂടെ നമ്മൾ നോക്കിയിട്ട് പോവാം. അസീം മുനീറിന് എല്ലാ പവറും കൊടുത്തോണ്ട്, അസീം മുനീറാണ് ഓൾ ഇൻ ഓൾ എന്നുള്ള നിലയിൽ ഒരു സുപ്രീം പവർ കൊടുത്തുകൊണ്ടുള്ള നിയമ ഭേദഗതി പാർലമെന്റിൽ വരുത്തിയതിനെ തുടർന്ന് പാകിസ്ഥാന്റെ ഉള്ളിൽ ജുഡീഷ്യറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2 സീനിയർ ജഡ്ജിമാർ റിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും അസീം മുനീറിനെ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഇപ്പം ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വൈകാതെ തന്നെ ഒരു പ്രതിഷേധ പ്രകടനത്തിലേക്ക് മാറാനും അത് ഒരു ഇന്റർണൽ കലാപമായിട്ട് മാറി തീരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. കാരണം അസീം മുനീറിന്റെ തൊട്ട് താഴെ ആർമിയിൽ ഒരു 3 ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ടാവും. ഈ 3 ഡിസിഷൻ മേക്കേഴ്സുമായിട്ടും കൂടി ആലോചിച്ചിട്ടാണ് ഈ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ, CGA അതേപോലെ CAC എന്ന് പറഞ്ഞ 2 കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുടെ ഒരു വ്യക്തി നെക്സ്റ്റ് വീക്കും മറ്റൊരു വ്യക്തി നെക്സ്റ്റ് മന്തും റിട്ടയർഡ് ആവുകയാണ്. ഒരു പൊസിഷനിലേക്ക് വീണ്ടും ഹയറിംഗ് നടത്തുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒറ്റ പൊസിഷൻ മതി, അത് അസീം മുനീറിനെയാണ് ഇപ്പം പുതുതായിട്ട് ആ ഒരു പൊസിഷനിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി തീരുമാനിക്കും എല്ലാ കാര്യങ്ങളും. അതായത് അസീം മുനീർ പറഞ്ഞാൽ കോടതി ഒരാളെ വെറുതെ വിടണം, അസീം മുനീർ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഒരാളെ പിടിച്ച് ജയിലിലിടണം. ഇതാണ് അവസ്ഥ. ഇപ്പം മനസ്സിലായല്ലോ എന്താണ് ഈ സുപ്രീം പവർ എന്നുള്ളത്. അപ്പോൾ കോടതിക്ക് മുകളിൽ ഒരു ജഡ്ജിയായിട്ട് അസീം മുനീർ വരാനുള്ള ഒരു സാഹചര്യം, അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ഈ 2 സീനിയർ ജഡ്ജിമാരും റിസൈൻ ചെയ്തിരിക്കുന്നത്. ജനാധിപത്യത്തിൽ ഇങ്ങനെ ഒരു പൊസിഷൻ ഇല്ല. ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പൊസിഷനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഡെസിഗ്നേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ 3 സ്ഥലങ്ങളിൽ ഇന്ത്യക്കുള്ളിൽ നോട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഡൽഹി, ഹരിയാന ആ ഭാഗത്ത് ഒരു നോട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് സർക്രീക്ക് റീജിയനിൽ നോട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് അസാം മേഖലയിലും നോട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നോട്ടം എന്ന് പറയുന്നത് നോട്ടീസ് ടു എയർമാൻ എന്നാണ് അതിൻ്റെ ഒരു മീനിങ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സർക്രീക്ക് റീജിയനിൽ GPS ഹാക്കിംഗ് നടന്നിട്ടുണ്ട്. ഈ GPS ഹാക്കിംഗ് എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ആരാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ചില ഡൗട്ട് ഉണ്ട്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ സൈഡിൽ തന്നെയാണ് ഈ ഒരു ഡൗട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ നോട്ടീസ് ടു എയർമാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സർക്രീക്ക് റീജിയനിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട് ഇന്ത്യ. പിന്നെ ഈ GPS ഇന്റർഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ പറയുന്നത് റീജിയണൽ സെക്യൂരിറ്റി ഓപ്പറേഷൻസിന്റെ ടാക്ടിക്സ് ആണോ എന്നും കൂടി നമുക്കറിയില്ല. അതായത് ഇന്ത്യ സ്വമേധയാ ഇങ്ങനെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നോട്ടം പ്രഖ്യാപിച്ച സമയത്ത് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇപ്പം നിലവിൽ ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ സ്വമേധയാ GPS-ഉമായിട്ട് ബന്ധപ്പെട്ട അലിഗേഷൻസ് ഉന്നയിക്കുന്നതാണോ എന്നും കൂടി നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അമേരിക്ക ഇന്ത്യയുടെ ഫാം ലൈൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഈ കമ്പനിക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. സാങ്ഷൻസ് കൊണ്ടുവരാനുള്ള കാരണമായിട്ട് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത്, ഇറാനാണ് ഏറ്റവും കൂടുതൽ റഷ്യക്ക് ഷാഹിദ് എന്ന് പറഞ്ഞ ആ ഒരു ഡ്രോൺ സപ്ലൈ ചെയ്യുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ഈ ഷാഹിദ് ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ഇറാനും റഷ്യയും തമ്മിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ കണ്ടെത്തൽ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഷാഹിദ് ഡ്രോൺ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്പെയർ പാർട്സ് സപ്ലൈ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുമാണ്. അത് സപ്ലൈ ചെയ്തിരിക്കുന്ന കമ്പനി ഈ ഫാം ലൈൻ എന്ന് പറഞ്ഞ ഈ കമ്പനിയാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ള കണ്ടെത്തലിന്റെ പേരിലാണ് ഈ ഫാം ലൈൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ മേളിൽ ഉപരോധം കൊണ്ടുവന്നിരിക്കുന്നത് അമേരിക്ക. ഓക്കെ അഗ്രീഡ്. കേൾക്കുമ്പോൾ ഇച്ചിരി ഡീസൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, അഗ്രീഡ്. പക്ഷേ ഇതേ സമയം
ഈ ഇന്ത്യ റഷ്യ ഇന്ത്യ ഇറാൻ ബന്ധം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ അങ്ങനെ തച്ചുടച്ച് കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല. എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞാലും ഇന്ത്യ വാങ്ങുക തന്നെ ചെയ്യും. അത് തുടർന്ന് നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേപോലെ സ്പെയർ പാർട്സുകൾ സപ്ലൈ ചെയ്യരുതെന്ന് പറഞ്ഞാലും ഇന്ത്യ സപ്ലൈ ചെയ്യും. കാരണം അത് ഇന്ത്യയുടെ താല്പര്യമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വന്ന സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്തത് യുദ്ധ സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്തത് റഷ്യയാണ്, അമേരിക്കയല്ല. അമേരിക്ക പാകിസ്ഥാനോടൊപ്പം നിന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് റഷ്യയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഇന്ത്യ റഷ്യയോടൊപ്പമായിരിക്കും നിലനിൽക്കുക. അത് ഈ പൊട്ടന്മാർക്ക് അറിയാം. അറിഞ്ഞുകൊണ്ട് ഇവർ നിലവിലെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് ഇന്ത്യക്കിട്ട് ഒരു കുരുക്കിടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ അത് പരാജയപ്പെടും. കാരണം ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്ത്യ ഇറാനിന് സ്പെയർ പാർട്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് ഒരു 10-50 കമ്പനികൾ രജിസ്റ്റർ ചെയ്യും. അത് സംഭവിക്കും, ഉറപ്പായിട്ട് സംഭവിക്കും. മറ്റുള്ള കമ്പനികൾ ത്രൂ വീണ്ടും ഈ സപ്ലൈ തുടരുക തന്നെ ചെയ്യും. പിന്നെ ഇതൊക്കെ ഇവർ കണ്ടെത്തി വീണ്ടും സാങ്ഷൻസ് ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരുപാട് എക്സ്പോർട്ടിങ് നടന്നിട്ടുണ്ടാവും. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ സാങ്ഷൻസിലൊന്നും വലിയ കാര്യമില്ല. പ്രത്യേകിച്ച് അമേരിക്ക ഇങ്ങനെ കമ്പനിയെ ടാർഗറ്റ് ചെയ്ത് സാങ്ഷൻസ് കൊണ്ടുവരുന്ന സമയത്ത് ഇതിനകത്ത് മറിച്ചൊന്നും ചിന്തിക്കേണ്ടതില്ല. ഒരു 10-20 കമ്പനികൾ അടുത്ത് ഉടനെ തന്നെ പൊട്ടിമുളയ്ക്കും. ആ കമ്പനികൾ ത്രൂ വീണ്ടും ഇതേപോലെ സ്പെയർ പാർട്സുകൾ സപ്ലൈ നടക്കുക തന്നെ ചെയ്യും. ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സ്പെയർ പാർട്സുകളൊക്കെ ഇന്ത്യയിൽ പൊതിഞ്ഞു മൂടി സൂക്ഷിക്കാനുള്ളതല്ലല്ലോ, ഇത് വിൽപ്പന നടത്താനുള്ളതാണ്. അമേരിക്കയ്ക്ക് താല്പര്യമുള്ള രാജ്യങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ ഉക്രൈൻ സപ്ലൈ നടത്തുന്നു വെച്ചു. അപ്പോൾ അവർക്ക് ഉക്രൈൻ നിങ്ങൾ സപ്ലൈ നടത്തുന്നു പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മൾ അമേരിക്കൻ കമ്പനിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാലോ? നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അവരുടെ രാജ്യത്തിന്റെ താല്പര്യം അവർ നടപ്പിലാക്കുന്നു, നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം എന്താണോ നമ്മൾ അത് നടപ്പിലാക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവർ സാങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഇന്ത്യ ഒബേ ചെയ്യാൻ പോകുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം അമേരിക്ക ഈ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആയുധങ്ങൾ ഇന്ത്യക്കുള്ളിൽ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. F-35 വീണ്ടും ഒരു ഓപ്ഷനായിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ സ്ട്രാറ്റജിക് ബോംബറൊക്കെ കൊണ്ട് ബാംഗ്ലൂരിലൊക്കെ കൊണ്ട് അവർ ജസ്റ്റ് എമർജൻസി ലാൻഡിംഗ് ഒക്കെ ചോദിച്ച് ലാൻഡ് ചെയ്തതായിട്ടും ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യക്ക് സ്ക്വാഡ്രൺ ഷോർട്ടേജ് ഉണ്ട്, ഇന്ത്യക്ക് ഫൈറ്റർ ജെറ്റ് സ്ക്വാഡ്രൺ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എങ്ങനെയെങ്കിലും ഫൈറ്റർ ജെറ്റുകൾ സംഘടിപ്പിക്കും എന്നുള്ളത് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ F-35 പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് ഫ്രാൻസിനെയും UK-യെയും ഇച്ചിരി ചിന്തിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏതാണ്ട് സൗത്ത് കൊറിയയ്ക്ക് ഒരു 4 ദിവസങ്ങൾക്ക് മുമ്പ് ഷിപ്പ് ബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് സൗത്ത് കൊറിയയുമായിട്ട്. ഈ എഗ്രിമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഇന്ത്യയുടെ പുറകെ നടന്നതിൽ UK ഉണ്ട്, അതുപോലെ തന്നെ ഫ്രാൻസ് ഉണ്ട്. ഈ 2 രാജ്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്ത്യ സൗത്ത് കൊറിയയുമായിട്ട് ഈ ഒരു ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. സൗത്ത് കൊറിയയ്ക്ക് ഇത് കൊടുക്കാനുള്ള കാരണം വെച്ചാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് 1,30,000 കോടിയുടെ ഒരു ഡീലാണ് ശരിക്കും സൗത്ത് കൊറിയയും ഇന്ത്യയും തമ്മിൽ ഈ ഒരു വിഷയത്തിനെ ചൊല്ലി സൈൻ ചെയ്തത്. ഇത് എക്സ്റ്റൻഡബിൾ ആണ്. വീണ്ടും ഈ എഗ്രിമെന്റിന്റെ ബഡ്ജറ്റ് ഉയർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത് ഒരു എയർക്രാഫ്റ്റ് കരിയറും കൂടിയാണ്. വാർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. പ്രത്യേകിച്ച് സൗത്ത് കൊറിയയെ ഏഷ്യൻ സൈഡിൽ ജപ്പാനോടൊപ്പം തന്നെ സൗത്ത് കൊറിയയും ഇന്ത്യയുടെ സൈഡിൽ നിർത്തണമെന്ന് ഇന്ത്യക്ക് വളരെയധികം താല്പര്യമുണ്ട്. കാരണം ഇന്ത്യ അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ഏഷ്യൻ സൈഡിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏഷ്യൻ സൈഡിൽ ഇന്ത്യക്ക് ഡോമിനേഷൻ വളരെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ എപ്പോഴും ഡബിൾ ഗെയിമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രാൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനെ മൊത്തത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. ഫ്രാൻസിന് നമ്മൾ ധാരാളം എഗ്രിമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസിന്റെ കയ്യിൽ നിന്നും റഫേൽ പോലത്തെ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിക്കാനും അത് ഇന്ത്യക്കുള്ളിൽ അസംബ്ലി ലൈൻ പ്ലാന്റ് ബിൽഡ് ചെയ്യാനുള്ള എഗ്രിമെന്റുകൾ വരെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തത്തിൽ അവർ ഒന്നെന്ന് പറഞ്ഞാലും അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് രാജ്യ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ മറ്റു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ നിലപാടെടുക്കുന്നില്ല. ഇൻഫാക്ട് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് കോമ്പറ്റീഷനാണ്. അത് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യം അവർ പൊതുവിൽ ഇങ്ങനെ ഒരുമിച്ച് സംസാരിക്കുന്നെങ്കിലും അവരുടെ ഉള്ളിൽ തന്നെ ഭയങ്കര ക്ലാഷ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുത്തൻ വളരുന്നത് മറ്റൊരുത്തന് ഇച്ചിരി അസൂയ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം UK-യും ഫ്രാൻസും ഇപ്പം തമ്മിൽ സംസാരിക്കുമായിരിക്കും. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്ത് ഇന്ത്യയുടെ ഈ ഒരു എയർക്രാഫ്റ്റ് കരിയറിന്റെ ആ ഒരു എഗ്രിമെന്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് സൗത്ത് കൊറിയ കൊണ്ടുപോയി. അപ്പം ഇന്ത്യയെ നമ്മൾ ഒന്നുകൂടെ കോഷ്യസ് ആയിട്ട് ഡീൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നിലയിൽ അവർ ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ തമ്മിൽ ഇന്റലിജൻസ് ഷെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് UK-യും ഫ്രാൻസൊക്കെയാണ്. പക്ഷേ യൂറോപ്പ് ഇപ്പം ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ. ഇതാണ് നിലവിലെ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് കരിയർ ബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സൗത്ത് കൊറിയ എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിലെ ഈ ഒരു വാർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജിക് പോയിന്റ് ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. ഇത് ഞാൻ ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ആണ് ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ പ്രശ്നം. ഈ പുതിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ്, ഈ കടലിടുക്കിൽ ശരിക്കും ഇറാനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. 2 സിംഗപ്പൂർ വെസൽസ്, എണ്ണ കൊണ്ടുപോകുന്ന ടാങ്കർ ഫ്ലീറ്റുകളെ ഇറാൻ അവരുടെ ട്രൂപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അവരുടെ സൈഡിലേക്ക് കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് കടത്തിക്കൊണ്ട് പോയതിന് കാരണമായിട്ട് ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നത് 2 വിഷയങ്ങളാണ്. ഒന്ന്, അത് UAE-യുടെ ബോർഡറിൽ വെച്ചിട്ട് അവിടെ ഓൾറെഡി തന്നെ ഒരു ഐലൻഡിനെ ചൊല്ലി ഇറാനും UAE-യും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാണ്. പക്ഷെ അതേസമയം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമുസിന്റെ ആ ഭാഗത്ത് വെച്ചിട്ട്
ഇറാന്റെ ഒരു ഷിപ്പ് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്പർ 1. അടുത്ത് റെഡ് സീ കടന്ന് സുഡാന്റെ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ഇറാന്റെ ഷിപ്പ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 2 വിഷയങ്ങൾക്കും ഇറാൻ UAE ആണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ UAEയും ഇറാനും തമ്മിൽ ഒരു ചെറിയ ടെൻഷൻ റൈസ് ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇറാനും UAEയും ഇത് ചർച്ച നടത്തി പരിഹരിക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഇനി UAE സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇനി ഏതൊക്കെ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഇറങ്ങി വരുന്നു എന്നുള്ളതൊക്കെ ഇനി നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. നിലവിൽ ഈ ഒരു ടെൻഷൻ റൈസ് ആയിരിക്കുകയാണ് ഈ ഒരു മാറ്ററിൽ, സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു ഇഷ്യൂവിൽ. അഫ്ഗാനിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ വ്യാപാര ബന്ധം, അതായത് ട്രേഡ് ഡീൽ സൈൻ ചെയ്തിരിക്കുകയാണ്. അവർ വളരെ ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം നടത്താനുള്ള ഒരു എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാന്റെ ഗേറ്റ് അടച്ചു പൂട്ടിക്കൊണ്ട് അഫ്ഗാനിസ്ഥാൻ സെൻട്രൽ ഏഷ്യയിലേക്ക് കച്ചവടം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള സാധനങ്ങളെല്ലാം സെൻട്രൽ ഏഷ്യൻ ഭാഗത്ത് നിന്ന് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലേക്ക് വരാനും അഫ്ഗാനിസ്ഥാന്റെ സാധനങ്ങളെല്ലാം സെൻട്രൽ ഏഷ്യയിലോട്ട് ട്രേഡ് ചെയ്യാനുമുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ട്രേഡ് ഡീൽ സൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ വാതിൽ പൂട്ടി അടച്ചതോടുകൂടി പാകിസ്ഥാന്റെ ഉള്ളിൽ ചില സാധനങ്ങൾക്കൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ബനാന പോലത്തെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ചീപ്പായിട്ടുള്ള വിലയാണ്, ഒരുപാട് വില കുറവായിട്ടുണ്ട്. കാരണം അവർക്ക് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് ബനാന പാകിസ്ഥാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചീപ്പായിട്ട് വിറ്റഴിക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ചില സാധനങ്ങൾക്കൊക്കെ, അതായത് പാകിസ്ഥാന്റെ ഉള്ളിൽ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉള്ള സാധനങ്ങളൊക്കെ, ചില വെജിറ്റബിൾസിനൊക്കെ നല്ല രീതിയിലുള്ള വിലക്കയറ്റം അനുഭവപ്പെടുന്നുണ്ട്. അതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. ഇവിടെ ദ വയർ എന്ന് പറഞ്ഞൊരു പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ്. ഈ പത്രത്തിനെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് പണ്ടേ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ ആ സമയത്ത് മാധ്യമങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്നുള്ള നിലയിലൊക്കെ പല സ്റ്റേറ്റ്മെന്റുകളും പല പൊളിറ്റീഷ്യൻസിന്റെ സൈഡിൽ നിന്നും നമുക്ക് കേൾക്കാനിടയായി. പക്ഷേ ഇപ്പോഴത്തെ വയർ എന്ന് പറഞ്ഞ മാധ്യമം എഴുതിയിരിക്കുന്നത് ഈ ഉമർ, ഈ പൊട്ടിത്തെറിച്ചവനില്ലേ, അവനെ കുറിച്ച് ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. സ്കൂളിൽ പഠിക്കുമ്പം നമ്പർ 1 ആയിരുന്നു, റാങ്ക് ഹോൾഡർ ആയിരുന്നു, വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പെർസിവിയറൻസ്, ഭയങ്കരമായിട്ടുള്ള പെർസിവിയറൻസിനുള്ള ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഹാർഡ് വർക്കിന്റെ എക്സാമ്പിൾ ആണ്, ഒരു സിൻസിയോറിറ്റി ഉള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കുന്നുണ്ട്, നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിലാണ് തീവ്രവാദികളെ, അതായത് അവൻ പൊട്ടിത്തെറിച്ച് പോയിട്ടും ഇപ്പോഴും ആ ഒരു പ്രൊമോഷൻ നടക്കുന്നത്. ഇതിന്റെയൊക്കെ പുറകിലുള്ള ആൾക്കാർ ആരാണ്, ഇത് എഴുതിയ എഴുത്തുകാരൻ ആരാണ്, ആ രീതിയിലൊക്കെ അന്വേഷണം നടത്തിയവന്മാരെയൊക്കെ പൂട്ടണമെന്നേ. അതായത് ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് അവസാനം ഒരു നോട്ട് എഴുതി ചേർക്കും. അതായത് ഇങ്ങനെയുള്ള വ്യക്തിയാണോ ഇങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിൽ ഒരു നോട്ട് എഴുതും. അങ്ങനെ നോട്ട് എഴുതുമ്പം അയ്യോ ഇത് നെഗറ്റീവായിട്ടാണോ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവനെ പുകഴ്ത്തിക്കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഒരു സാധാരണക്കാരൻ വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ജിയോ പൊളിറ്റിക്കൽ നോളജ് ഇല്ല, അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണയൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി, സാധാരണക്കാരൻ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? വേറെ ഒന്നുമില്ല, ഇത്രയും നല്ല മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് കൂടി വേണമെങ്കിൽ ചിന്തിക്കാം. ആ രീതിയിലുള്ള ഡബിൾ ഗെയിം നെറേറ്റീവാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരുപാട് മാധ്യമങ്ങൾ ഇങ്ങനെ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ, ഫൗണ്ടർ, അയാളെ ചിറ്റ് ഫണ്ട് നടത്തിയിട്ട് പിരിവ് ചിട്ടി നടത്തി ലക്ഷക്കണക്കിന് പൈസ മോട്ടിച്ചിട്ടുണ്ടെന്നുള്ളൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. ഇതേ ഒരു കേസിൽ അയാൾ 3 വർഷം ഡൽഹിയിലെ ജയിലിൻ്റെ ഉള്ളിലായിരുന്നു. ആ റെഡ് ഫോർട്ട് ഏരിയയിലുള്ള ജയിലിലാണ് അയാൾ കിടന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ ഈ ജയിൽ മോചിതനായിട്ട് പിന്നീട് ഇയാൾ തട്ടിപ്പ് നടത്തി എടുത്ത പൈസയൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് നമുക്കറിയത്തില്ല. അയാൾ ആ പൈസയുടെ കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ട് ഈ ഒരു കോളേജ് ഫോർമേഷനിൽ. ഞാനിവിടെ അയാളുടെ കോളേജ് ബിസിനസ് സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിക്കുക. അത്രമാത്രം ബിസിനസ്സുകൾ അയാൾ കൊണ്ട്, ഈ അൽഫല എന്ന് പറഞ്ഞ ഈ ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ പേരിൽ അത്രമാത്രം സ്ഥാപനങ്ങളുണ്ട്. ആ രീതിയിൽ ബിസിനസ് നടത്തുന്ന ആളാണ്. പിന്നെ നാളെ ഒരു സമയത്ത് ഇയാളെയും വലിയ മഹാനായിട്ട് ചിത്രീകരിക്കും ആൾക്കാർ. ഇയാൾ 3 വർഷം ജയിലിൽ, അതായത് പൈസ തട്ടിപ്പ് കേസിൽ 3 വർഷം ജയിലിൽ കിടന്ന വ്യക്തിയാണ് ഈ കോളേജിന്റെ ഫൗണ്ടർ. അപ്പോൾ ബേസിക് ഫൗണ്ടേഷൻ തന്നെ ശരിയല്ല ആ കോളേജിനെ സംബന്ധിച്ചിടത്തോളം. അൽഫല യൂണിവേഴ്സിറ്റി 1997 തുടങ്ങിയതാണെങ്കിലും 2014 അതിന് എല്ലാ അപ്രൂവലും കിട്ടുന്നത്. പക്ഷേ എന്നാലും NAIC എന്ന് പറഞ്ഞ അപ്രൂവൽ അപ്പോഴും കിട്ടിയിട്ടില്ല. ഫരീദാബാദിൽ നിന്നും സീസ് ചെയ്ത അമോണിയം നൈട്രേറ്റ് ആണ് അവിടെ കൊണ്ട് സൂക്ഷിച്ചിരുന്നത്. ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻസിന്റെ ഭാഗമായിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ട് വെച്ചിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ അതാണ് ഇന്നലെ രാത്രി, വെള്ളിയാഴ്ച രാത്രി പൊട്ടിത്തെറിച്ചത്. ഈ പൊട്ടിത്തെറിച്ചതിൽ 9 പേര് കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ 24-ലധികം ആൾക്കാർക്ക് ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ 3000 കിലോഗ്രാം ആ ഒരു ക്വാണ്ടിറ്റിയിലല്ല ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. പക്ഷെ എന്നാലും ഇത് എങ്ങനെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമോണിയം നൈട്രേറ്റ് വെറുതെ ഇരുന്ന് അങ്ങനെ പൊട്ടത്തില്ല, അതിനൊരു പ്രത്യേക തരത്തിലുള്ള ടെമ്പറേച്ചർ കൊടുക്കേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും ഇതിനോടൊപ്പം ചേരേണ്ട മറ്റു പല ചേരുവകളും കൂടിയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് പൊട്ടിത്തെറിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഡൗട്ടാണ് ഇപ്പം രൂപപ്പെട്ടിരിക്കുന്നത്. ശരിക്കും ഇൻവെസ്റ്റിഗേഷൻസ് പുരോഗമിക്കുകയാണ്. ഇതിനകത്ത് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡെറ്റനേറ്റർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതാരാണ് പൊട്ടിത്തെറിപ്പിച്ചത്? ശരിക്കും ഈ ശ്രീനഗർ ഭാഗത്തൊന്നും ഈ സാധനങ്ങളൊന്നും കൊണ്ട് സൂക്ഷിക്കാൻ പാടില്ല. കാരണം ജമ്മു കാശ്മീർ ഭാഗത്ത് നിന്ന് അറസ്റ്റിലായ കുറേ ചെറുപ്പക്കാരുണ്ട്. ആരിഫ്, മക്സൂദ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള പേരുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവരുടെ പേരുകളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവരൊക്കെ മുൻപ് സ്റ്റോൺ പെൽറ്റിംഗ്, അതായത് ഈ കല്ലേറ് നടത്തുന്ന ആ ടീമിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് മുൻകാല ചരിത്രമുണ്ട്.
അപ്പോൾ ഇങ്ങനെ കല്ലേറ് നടത്തിയ ആൾക്കാർ, കുറേ ആൾക്കാർ പിന്നീട് കല്ലേറൊന്നും ചെയ്യാത്ത രീതിയിൽ മാറി അവർ നല്ലവരായി ജീവിക്കുന്ന ഒരു സാഹചര്യം എന്നൊക്കെ ഇടയ്ക്ക് വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എത്ര തന്നെ ഇവർ നല്ലവരായി അഭിനയിക്കാൻ ശ്രമിച്ചാലും അവരെ കൊണ്ട് അത് സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുപോലെയാണ് കഴിഞ്ഞ മാസം ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ഓർമ്മയുണ്ട്. ഒരു ഗവൺമെൻറ് സ്ഥാപനം ഗവർണർ ഇനോഗ്രേറ്റ് ചെയ്ത സമയത്ത് ഇന്ത്യയുടെ സിമ്പൽ, അതായത് സിംഹത്തിൻ്റെ ആ ഒരു സിമ്പൽ ഉണ്ടല്ലോ, ആ ഇന്ത്യയുടെ നാഷണൽ സിമ്പൽ കല്ലുകൊണ്ട് ഇടിച്ച് പൊളിക്കുന്ന രംഗം നമ്മൾ കണ്ടതാണ്. ഇതേ കാശ്മീരിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാശ്മീരിൽ കൊണ്ട് സൂക്ഷിക്കരുത്. ആ പോലീസ് സ്റ്റേഷൻ പൊട്ടിത്തെറിക്കുന്ന രംഗങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇത് പർപ്പസ്ഫുള്ളി ആരെങ്കിലും ചെയ്തതാണ്, ഒരുപക്ഷെ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള പോലീസുകാരിൽ ആരെങ്കിലും തന്നെ ഈ രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആവാം. ഈ JEMന്റെ അനുകൂലികളായിട്ടുള്ള ആൾക്കാർ പോലീസ് സ്റ്റേഷനിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 30-ലധികം ആൾക്കാർ, ഈ 30-ലധികം ഈ പ്രൊഫഷണൽസ്, എവിടെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്നും 30-ലധികം പ്രൊഫഷണൽസ് മിസ്സിംഗ് ആണ്. അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവരിപ്പോൾ ജോലിക്കും വരുന്നില്ല. ഇവരെ പിടിക്കാനുള്ള തത്രപ്പാടിലാണ് ഇന്ത്യയുടെ അന്വേഷണ സംഘം. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ഡെവലപ്മെന്റ്സ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്, അതൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.